BJP-യും JDS-ഉം കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കർണാടകത്തിൽ വളർച്ച കാണിക്കാത്ത രണ്ട് പാർട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം 2019 50% വോട്ട് നേടിക്കൊണ്ടാണ് 28 സീറ്റുകളിൽ 26 സീറ്റുകളും BJP അവിടെ കൈക്കലാക്കിയത്. എന്നാൽ 2023 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 36-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് അവിടെ വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തുകയും വോട്ടിംഗ് ശതമാനം ഉയർത്തുകയും ഏതാണ്ട് 3-2 ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് തന്നെ നേടുകയും ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കർണാടകം. കർണാടകത്തിൽ 2019 തൂത്തുവാരിയുള്ള വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് BJP-ക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് JDS പോലൊരു പ്രാദേശിക പാർട്ടിയുമായി അവർ സഖ്യമുണ്ടാക്കിയത്. ആ സഖ്യത്തിലൂടെ അവർക്ക് പരമാവധി സീറ്റുകൾ അവിടെ നേടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ പറയുന്ന ഹാസൻ കേന്ദ്രീകരിച്ച് ഈ പ്രജ്വൽ രേവണ്ണയുമായി കേന്ദ്രീകരിച്ച്, പ്രജ്വൽ രേവണ്ണ മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള HD രേവണ്ണയ്ക്കെതിരെയും വലിയ പരാതികളുണ്ട്. അദ്ദേഹം അവിടെ സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടുവേലക്കാർ തന്നെയാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്.